ഇന്റർനെറ്റ് ഇല്ലാത്ത ഫോണുകളിലും OTP വഴി ഇത് പ്രവർത്തിപ്പിക്കാനാകും. അതുപോലെ തന്നെ ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ കഴിയും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയൊരു പദ്ധതിയെക്കുറിച്ചാണെന്ന് പറയുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നിലവിലുള്ള പദ്ധതിയുടെ തുടർച്ചയായാണ് പുതിയ പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് 2015 മുതൽ നിലവിലുള്ള പദ്ധതിയെക്കുറിച്ച് പറയാം. ശേഷം പുതിയ പദ്ധതിയിലേക്ക് വരാം. പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇത് കേട്ടതാണല്ലോ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകരുത്. കാരണം പദ്ധതി രൂപാന്തരം പ്രാപിച്ച് ശക്തിയോടെ തിരിച്ചു വരുന്നുണ്ട്. അത് ഏത് രൂപത്തിലാണ് വരുന്നതെന്നും അതിന്റെ വിശദ വിവരങ്ങളും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നും വഴിയെ വ്യക്തമാക്കാം. പദ്ധതിയെക്കുറിച്ചുള്ള വിമർശനങ്ങളും വിയോജിപ്പുകളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഓഫ് ഫുഡ് സബ്സിഡി സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമുക്ക് റേഷൻ കടകൾ വഴി ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരമായി സബ്സിഡി തുക ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന പദ്ധതിയാണ്. സാധാരണയായി റേഷനരി ഇഷ്ടമില്ലാത്തവരായിട്ടും ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം അത് വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന സബ്സിഡി ഉപയോഗിച്ചുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് അരിയോ ഗോതമ്പോ മറ്റു സാധനങ്ങളോ അല്ലെങ്കിൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ മറ്റു കടകളിൽ നിന്ന് അരിയോ സാധനങ്ങളോ വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കഴിയുന്ന പദ്ധതിയാണിത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന ബൃഹത്തായ പദ്ധതിക്ക് കീഴിലാണ് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളെല്ലാം നടക്കുന്നത്. സെൻട്രൽ പ്ലാൻ സ്കീം മോണിറ്ററിംഗ് സിസ്റ്റം അഥവാ CPSMS വഴി പരിശോധിച്ച് ഒരാൾ യോഗ്യനാണെന്ന് ഉറപ്പായാൽ ഭക്ഷ്യധാന്യങ്ങളുടെ സബ്സിഡി തുക നേരിട്ട് അവരുടെ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം ചെയ്യുമ്പോൾ ഇടനിലക്കാരെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇതിലൂടെ സിസ്റ്റത്തെ കൂടുതൽ സുതാര്യമാക്കാനും ഓരോ ഇടപാടും ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ക്രമീകരിക്കാനും കഴിയും. യോഗ്യരായവർക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്ന് സർക്കാരിന് ഉറപ്പാക്കാനും കഴിയും. ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിലൂടെ റേഷൻ വിതരണത്തിന്റെ ദുരുപയോഗം തടയാനും കഴിയുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. DBT വഴിയായതിനാൽ സബ്സിഡി വളരെ വേഗത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നു. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം 2015 വിജ്ഞാപനം ചെയ്ത ഭക്ഷ്യ സബ്സിഡി ക്യാഷ് ട്രാൻസ്ഫർ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഭക്ഷ്യ സബ്സിഡി അക്കൗണ്ടിലേക്ക് കൈമാറുന്ന പദ്ധതി ആരംഭിച്ചത്. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അതാത് സംസ്ഥാനങ്ങളിൽ ഭക്ഷ്യ സബ്സിഡി അനുവദിക്കുന്ന ക്യാഷ് ട്രാൻസ്ഫർ നടപ്പിലാക്കണോ അതോ റേഷൻ കടകൾ വഴി നിലവിലുള്ള ഭക്ഷ്യധാന്യ വിതരണം തുടരണോ എന്നത് ഓപ്ഷണലാണ്. അതായത് സബ്സിഡി തുക ലഭിക്കുന്ന സംവിധാനം വേണോ അതോ നിലവിലെ റേഷൻ സമ്പ്രദായം തുടരണമോ എന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. 2015 ആഗസ്റ്റ് 21 വിജ്ഞാപനം ചെയ്ത പ്രസ്തുത പദ്ധതി ചില സംസ്ഥാനങ്ങളിലും അതുപോലെ ചണ്ഡീഗഡ്, പുതുച്ചേരി, ദാദ്ര നഗർ ഹവേലി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി തുടങ്ങി. കേരളത്തിൽ ഈ സംവിധാനം നിലവിലില്ല. എങ്കിലും ഈ പദ്ധതിയുടെ പുതിയ പതിപ്പ് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നതിനാൽ പ്രതീക്ഷിക്കാം. പുതിയ പദ്ധതിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് നോക്കാം. തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ പദ്ധതിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് പറയാമെന്ന്. ഇനി അതിനെക്കുറിച്ച് പറയാം. ഈ പദ്ധതി നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നതുകൊണ്ട് തന്നെ കേരളം ഈ പദ്ധതിയെ എതിർത്തിരുന്നു. ഭക്ഷ്യധാന്യത്തിന് പകരമായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് കേരളം അനുകൂലമല്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ അറിയിച്ചിരുന്നു. 2015 തന്നെയാണിത്. പദ്ധതി നടപ്പിലാക്കിയാൽ റേഷൻ വ്യാപാരികൾ, ചുമട്ടുതൊഴിലാളികൾ, റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന മറ്റു വിഭാഗങ്ങൾ എന്നിവരെ ബാധിക്കുമെന്നാണ് അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത് നടപ്പിലാക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അതേ പദ്ധതി മറ്റൊരു രൂപത്തിൽ വീണ്ടും എത്തുകയാണ്. ഈ പറഞ്ഞ പദ്ധതിയിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളോടെ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഫുഡ് കറൻസി പദ്ധതി എന്ന പുതിയ പദ്ധതി 2026 ഫെബ്രുവരി 26 പരീക്ഷണാടിസ്ഥാനത്തിൽ പുതുച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തു. സബ്സിഡി തുക ഗുണഭോക്താക്കളുടെ ഡിജിറ്റൽ വാലറ്റിലേക്ക് അഥവാ CBDC വാലറ്റിലേക്ക് നേരിട്ട് ലഭിക്കുന്ന പദ്ധതിയാണ്. പഴയ പദ്ധതിയും പുതിയ പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പണത്തിന് പകരമായി എത്തുന്നത് ഡിജിറ്റൽ രൂപ അഥവാ ഈ രൂപയാണെന്നതാണ്.
ഈ പദ്ധതിയും നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിക്ക് കീഴിൽ തന്നെയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ പുതുച്ചേരിയിലാണ് ആദ്യമായി നടപ്പിലാക്കുന്നതെങ്കിലും വരും കാലങ്ങളിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. നേരത്തെ സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ CBDC അഥവാ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയാണ് സബ്സിഡി തുകയായി ക്രെഡിറ്റ് ചെയ്യപ്പെടുക. ഇതൊരു പ്രോഗ്രാമബിൾ ഡിജിറ്റൽ കൂപ്പൺ അഥവാ ടോക്കൺ ആണ്. ഭക്ഷ്യ സബ്സിഡി വിതരണത്തിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ചേർന്ന് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനമാണ് CBDC. റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഡിജിറ്റൽ കറൻസിയായ രൂപയാണ് കൂപ്പൺ രൂപത്തിൽ ലഭിക്കുന്നത്. രൂപ സാധാരണ കറൻസി നോട്ടിന് തുല്യമാണ്, എന്നാൽ ഡിജിറ്റൽ രൂപത്തിലായിരിക്കും. ഇത്തരത്തിൽ ലഭിക്കുന്ന CBDC കൂപ്പൺ അഥവാ വൗച്ചർ കോഡുകൾ ഉപയോഗിച്ച് റേഷൻ കടകളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കാൻ മാത്രമേ കഴിയൂ. ഈ തുക മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് സാരം. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇന്റർനെറ്റ് ഇല്ലാത്ത ഫോണുകളിലും OTP വഴി ഇത് പ്രവർത്തിപ്പിക്കാനാകും. അതുപോലെ തന്നെ ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ കഴിയും. അതായത് അഴിമതിയും വെട്ടിപ്പുമൊന്നും ഇനി നടക്കില്ല എന്ന് പറയപ്പെടുന്നു. നമ്മുടെ വാലറ്റിലേക്ക് ക്യാഷ് വരുന്നു, അതുകൊണ്ട് റേഷൻ കടയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കുന്നു. POS മെഷീനും വിരൽ വെക്കലിനും പ്രസക്തി ഇല്ലാതാവുന്നതോടുകൂടി അതുമൂലമുണ്ടാകുന്ന പ്രോബ്ലംസും സോൾവ് ആകുന്നു. ഗുണഭോക്താക്കൾക്കാണെങ്കിൽ തടസ്സമില്ലാതെ ആനുകൂല്യം ഉറപ്പാക്കാനും കഴിയും. CBDC കൂപ്പൺ ഉപയോഗിച്ച് റേഷൻ കടകളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കാൻ മാത്രമേ കഴിയൂ എന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ വിതരണക്കാരുടെയും തൊഴിലാളികളുടെയും തൊഴിൽ നഷ്ടപ്പെടാനിടയില്ല എന്നതുകൊണ്ട് ഇത് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട്. വിതരണത്തിലെ കൃത്യത കണക്കിലെടുത്ത് ഈ പദ്ധതി കേരളത്തിലും വരുമെന്ന് പ്രതീക്ഷിക്കാം. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനാണ് സാധ്യത. തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്.